കണ്ടോ? കണ്ണു നിറച്ച് കണ്ടോ? അപ്പൊ പ്രതാപ് സാർ ഇത് ഉപയോഗിക്കോ? ചെവിയിലേക്ക് പിറുപിറുക്കാനല്ല, പോലീസിന്റെ പണി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. ക്ലീൻ ക്യാമ്പസ് സേവ് ക്യാമ്പസ് പോലീസ് ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പോലീസിന്റേതാണ്. അതുകൊണ്ടാണ് സ്കൂൾ പരിസരത്ത് നിങ്ങളെ ഡ്യൂട്ടി കിട്ടത്. എന്നിട്ട് ഒരു ലഹരി കച്ചവടക്കാരനെങ്കിലും നിങ്ങൾ പിടിച്ചോ? പിടിക്കാൻ ആരെങ്കിലും കിട്ടണ്ടേ സാർ? പിടിച്ചോ എന്ന് പറഞ്ഞ് ലഹരി കച്ചവടക്കാരനോ ഏജന്റോ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കില്ല. തച്ചങ്കോട്ടെ എല്ലാ സ്കൂളിലും കയറി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയും സ്കൂളിന് സമീപത്തെ കടകളിലൊന്നും ലഹരി വസ്തുക്കൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതാണ് സാർ. നന്നായിട്ട് ഉറപ്പുവരുത്തിയോ? അപ്പൊ ഇതോ? ഞാനിന്ന് വെറുതെ തച്ചങ്കോട് ഗവൺമെന്റ് UP സ്കൂളിന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോ അവിടുത്തെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കിടന്ന് കിട്ടിയതാ. അത് ബസ്സിൽ പോയപ്പോ ആരെങ്കിലും വലിച്ചെറിഞ്ഞതായിക്കൂടെ? അല്ല, സ്കൂളിലെ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാ. അത്രയ്ക്ക് രുചിയാണോ സാറേ ഇത്? അതെ, ഉഗ്രന. ഇത് വേണോ? കുറച്ചെടുത്ത് കഴിക്കേ. എവിടെയെങ്കിലും ലഹരി വസ്തുക്കൾ വിൽക്കുന്നതോ ഉപയോഗിക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാനായി സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ഫോൺ നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആണോ? നല്ല ബോൾഡ് ആയിട്ട് തന്നെ ഉണ്ടോ? അതോടെ നിങ്ങളുടെ ഡ്യൂട്ടി തീർന്നോ? ആലീസ്, വളർന്നു വരുന്ന ഒരു തലമുറയുടെ ഭാവി നശിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ പോലീസിന് കഴിയണം. അതെങ്ങനെ? സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോ വീട്ടിൽ പോവാം എന്ന ഒറ്റ ചിന്തയല്ല വേറെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? തൊഴിലിനോട് ആത്മാർത്ഥത വേണം. എങ്കിലേ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നൂ. എങ്കിൽ അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള പ്രതാപൻ സാർ തന്നെ മയക്കുമരുന്ന് കച്ചവടക്കാരെ പിടിച്ചപ്പോൾ അതിന് ആലിസിന്റെ നിർദ്ദേശം എനിക്ക് വേണ്ട. എന്നെ പോലെ തന്നെ എന്റെ കീഴ് ജീവനക്കാരും ഇക്കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കും എന്ന് ഞാൻ വെറുതെ മോഹിച്ചു. എനിക്ക് തെറ്റിപ്പോയി. ഇനി തച്ചങ്കോടത്തെ ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കാൻ SI പ്രതാപചന്ദ്രൻ തന്നെ നേരിട്ടിറങ്ങാം. ക്ലീൻ ക്യാമ്പസ് സേവ് ക്യാമ്പസ്. സെബാസ്റ്റ്യ സർ, പോലീസുകാർക്കിടയിൽ തന്നെ ഒറ്റുകാരുണ്ട്. അതെന്താ സാർ എന്റെ മുഖത്ത് നോക്കി പറയുന്നത്? അല്ല, ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാ. ലഹരി മരുന്ന് കച്ചവടക്കാരെ യഥാസമയം വിളിച്ചു പറഞ്ഞ് റെയ്ഡുകൾ പ്രഹസനങ്ങളാക്കുന്നത് പോലീസുകാർ തന്നെയാണ്. അതുകൊണ്ട് സാർ അറിയുന്ന യാതൊരു കാര്യവും പുറത്ത് ചർച്ച ചെയ്യരുത്, അത് ചോരും. സെബാസ്റ്റ്യൻ പാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടായിരുന്നു. കഫക്കെട്ട് വന്നപ്പോ ഡോക്ടർ പറഞ്ഞു പാലിന്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കണം, പ്രത്യേകിച്ച് പശുപാലിന്റെ. അതുകൊണ്ട് പാലൊഴിച്ചിട്ടുള്ള ചായ പോലും ഞാനങ്ങ് നിർത്തി. പശുപാലിന്റെ കാര്യമല്ല, പാൻ പരാഗ് പോലുള്ള പാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുണ്ടോന്ന്. ഞാൻ പരിസരത്തൂടി പോയില്ല. എന്റെ ഇളയപ്പൻ ഇതിന്റെ ആളായിരുന്നു. ചെറിയ ചെറിയ പാക്കറ്റിലാക്കി എന്തോ ചുണ്ടിലും പല്ലിന്റെ ഇടയ്ക്ക് അങ്ങ് വെക്കും. ഒരിക്കൽ പല്ല് തേച്ചിട്ടിരുന്നപ്പോ കവിട് തുളച്ച് ബ്രഷ് അങ്ങ് പുറത്തു വന്നു. അതെന്ത് ബ്രഷാ? ബ്രഷിന്റെ കുഴപ്പമല്ല, ലഹരി മരുന്ന് വെച്ച് വെച്ച് കവലിൽ തുളവെന്ന് ക്യാൻസർ ആയതാ. ഇതൊക്കെയാണ് പാനിന്റെ പ്രശ്നങ്ങൾ. ഗുഡ് ഈവനിങ്. നീ എന്താണ് പുതിയ കടാകുടങ്ങളുമായിട്ട് വന്നതാണോ? എന്താ കാര്യം പറ. ക്ലീൻ ക്യാമ്പസ് സേവ് ക്യാമ്പസ് എന്നൊക്കെ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചാലൊന്നും ക്ലീനും സേവ് ആവത്തില്ല സാറേ. അതിനാദ്യം സ്കൂളിന്റെ പരിസരത്ത് ഇതൊക്കെ കച്ചവടം ചെയ്യുന്നവരെ പിടിക്കണം. അതിന് നിങ്ങളുടെ സ്കൂൾ പരിസരത്ത് ഒരൊറ്റ കടയിൽ പോലും ലഹരി വസ്തുക്കൾ വിൽക്കുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു. അതൊക്കെ പറച്ചില്. സാർ എന്നോട് വന്നാൽ ഞാൻ കാണിച്ചു തരാം. തങ്കപ്പണ്ണിന്റെ കടയിൽ നിന്ന് സാധനം അയാളത് രഹസ്യമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കുന്നുണ്ട്. സത്യ സാറേ, ഞാൻ ഉച്ചയ്ക്ക് കൂടി കണ്ടതാ. അപ്പോ സ്റ്റേഷനിലെ നമ്പറിലേക്ക് വിളിച്ചപ്പോ ബിസി ആയിരുന്നു. ഉറപ്പാണോ? സാറിന് എന്നെ 100% വിശ്വസിക്കാം. കഴിഞ്ഞ ആഴ്ച കഴക്കൂട്ടത്തിനടുത്ത് കുറ്റിക്കാട്ടിൽ വാറ്റുചാരായം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമായിരുന്നില്ലേ? അല്ലല്ല, അത് നീ പറഞ്ഞിട്ടൊന്നുമല്ല. കുറച്ച് ദിവസങ്ങളായി എന്റെ നിരീക്ഷണത്തിലായിരുന്നു ആ പ്രദേശം. എന്താണെങ്കിൽ എന്താ, സംഗതി ഉണ്ടായിരുന്നോ? അതുപോലെ ഇതും ഉള്ളതാ. എങ്കിൽ നീ കൂടെ വാ, വണ്ടി കയറി. ഞാൻ വന്നാ ശരിയാവൂല. നിന്നെ തങ്കപ്പ കാണാതിരുന്ന പോരെ, നീ വാ. സാറേ, അപ്പൊ ചാരവാറ്റി പിടികൂടാൻ വന്ന ഇവന്റെ ഇൻഫർമേഷൻ കൊണ്ടാണല്ലേ? അങ്ങനെ പല വഴികളും ഞാൻ ഉപയോഗിച്ചെന്നിരിക്കും. സെബാസ്റ്റ്യ, ഞാൻ തന്റെ മേലുദ്യോഗസ്ഥനാണ്.
എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശം തനിക്കില്ല, മനസ്സിലായോ? ഓ താന്ന് വണ്ടി എടുക്കും. പോയി മൊത്തം സെർച്ച് ചെല് സാർ. പുറത്തിറങ്ങിറങ്ങും. അല്ല എന്താ സാറേ എന്താ കാര്യം? കാര്യമൊന്നും പറഞ്ഞില്ല. ഒന്നും കാണാനില്ലല്ലോ. സാറേ എനിക്കൊന്നും പിടികിട്ടുന്നില്ല സാറേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അയ്യോ സാറേ. എത്ര നാളായി താൻ ഈ കച്ചവടം തുടങ്ങിയിട്ട്? 5 വർഷമായി സാറേ. ഓ, അപ്പൊ 5 വർഷമായി നീ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലേ? സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കൂ? നിനക്കൊന്നും അറിയില്ലല്ലേ? എത്ര നാളായി നീ ഇവിടെ ലഹരി വസ്തുക്കൾ വിൽക്കാൻ തുടങ്ങിയിട്ട്? അയ്യോ എന്റെ കുട്ടമ്പഴ മുത്തപ്പനാണ് സാറേ. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു കച്ചവടം ഇവിടെ നടത്തിയിട്ടില്ല. ഞാൻ ഇവിടെ ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ടെന്ന് സാറിനോട് പറഞ്ഞവൻ ആരായാലും അവന്റെ തലയിൽ ഇടുത്തി വീഴും സാറേ. എല്ലായിടത്തും നോക്കി സാർ. പാൻപരാഗോ ഹാൻസോ പോയിട്ട് ഒരു മുറിവീട് പോലും കിട്ടിയില്ല സാർ. സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഞാൻ ഈ കടയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് സിഗരറ്റ് പോലും വിൽക്കുന്നില്ല. എനിക്ക് 3 കുട്ടികളുള്ളതാ സാറേ. അവരുടെ ഭാവി പോലെ തന്നെയാ എനിക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഭാവി. സാറേ ഇവൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചെറുക്കൻ നമുക്കിട്ടൊരു പണിയുന്നു. ശരി സാറേ. കേറ്. എന്നെ നാണം കെടുത്തിയപ്പോ നിനക്ക് തൃപ്തിയായല്ലോ? അയാളവിടെ പാൻ മസാല കച്ചവടം നടത്തുന്നത് ഞാൻ കണ്ടതാ സാറേ. മതി, വിശദീകരിക്കണ്ട. നിന്നെ വിശ്വസിക്കുന്നതിന് മുമ്പ് നീ ആ കള്ളം വാസുവിന്റെ മരുമോനാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. സെബാസ്റ്റ്യാ, വണ്ടിയുടെ ഇന്നത്തെ ലോക്കൽ പേജിൽ ഒരു വാർത്തയുണ്ട് സർ. എന്തു വാർത്ത? തച്ചങ്കോട് ഗവൺമെന്റ് സ്കൂൾ പരിസരത്തെ പെട്ടിക്കടകൾ റെഡി ചെയ്യാൻ പോയ SIയും സംഘവും പരിഹാസ്യരായി മടങ്ങിയെന്ന്. സാർ എന്തിനാ ഇങ്ങനെ ചെറിയ ചെറിയ റെയ്ഡിനൊക്കെ പോകുന്നത്? അതിന് ഞങ്ങളെ പറഞ്ഞേച്ചാ പോരെ? ഇത് സബീനെ ഉദ്ദേശിക്കുന്ന റെയ്ഡല്ല. അതെനിക്കറിയാം സാറേ. ഞാൻ മഫ്തിയിൽ പോയി വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കാം. പക്ഷേ സാറ് പറയണം. അയ്യോ, ഞാനായിട്ട് ഇനി ഒന്നും പറയില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് സബീനെ അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടൊടുവിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതിനോട് ഞാൻ സമാധാനം പറയേണ്ടി വരും. നമ്മുടെ രണ്ടുപേരുടെയും ഭാഗ്യത്തിനെ ഇതുവരെ ഒരു അപകടവും സംഭവിച്ചില്ലല്ലോ. അതല്ല, ഞങ്ങൾ ആ ഓപ്പറേഷന്റെ കാര്യം പറയുമായിരുന്നു. എന്താ ഓപ്പറേഷൻ? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസിന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ. ഓ അതാണോ? ഞാൻ മറ്റെന്തോ വിചാരിച്ചു. സബീനെ പൊയ്ക്കോളൂ. റെയ്ഡിന്റെ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം. താനെന്താ മറ്റെന്തോ വിചാരിച്ചു എന്ന് പറഞ്ഞത്? ഇതുവരെ ഒരു അപകടവും സംഭവിച്ചില്ലെന്ന് കേട്ടപ്പോ ഒരു സമാധാനം. ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്താ? സെബാസ്റ്റ്യാ സാർ, മനസ്സിൽ മറ്റു പല ചിന്തകളും നിറച്ചു വെച്ചിരിക്കുന്നവർക്കാണ് അറ്റവും മുറിയും കേൾക്കുമ്പോ മറ്റു പലതുമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് സെബാസ്റ്റ്യൻ ആദ്യം സെബാസ്റ്റ്യന്റെ മനസ്സ് ക്ലീൻ ചെയ്യും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സാർ, നിങ്ങൾ പറഞ്ഞ മാറ്റർ കേട്ടപ്പോ ഞാൻ പറയാൻ വന്ന മാറ്റർ എനിക്ക് മറന്നുപോയി. ഫിഷ് മാർക്കറ്റിൽ സ്റ്റാളുകളിൽ ലേലം പിടിച്ചപ്പോ വാക്കേറ്റവും അടിപിടിയായി. വേഗം അങ്ങോട്ട് ചെല്ലാൻ മെമ്പർ വിളിച്ചു പറഞ്ഞു. മീൻ മാർക്കറ്റിൽ അടിപിടി? അതെ. അതിനിടയിലേക്ക് ഞാൻ ചെല്ലാൻ? ഇത്തരം നാറ്റക്കേസുകൾ കൈകാര്യം ചെയ്യാനല്ല SI പ്രതാപചന്ദ്രൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോ സാർ അടിപിടി? ഏതൊരു അടിപിടിക്കും സ്വാഭാവികമായിട്ടൊരു അന്ത്യം ഉണ്ടാവും. അത് തന്നെ അവിടെ സംഭവിക്കും. 2 കൂട്ടരിൽ ആരെങ്കിലും ഒരാൾ തോൽക്കും. അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോലീസ് അവിടെ പോകാതിരിക്കുന്നതാണ് ബുദ്ധി.
സാറേ മാർക്കറ്റിൽ നിന്നായിരിക്കും. ഹലോ ഹലോ റിംഗുമോനാണ് സാറേ. എന്ത് വീണ്ടും എന്തെങ്കിലും പറ്റിപ്പോ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? അതല്ല സാറേ, തങ്കപ്പന്റെ കടയിൽ നിന്ന് ഹാൻസോ പാൻ പരാഗോ അതുപോലെ എന്തോ വാങ്ങി നമ്മുടെ പ്രാഞ്ചി മുതലാളി ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സാർ ഇപ്പൊ വന്നാ കൈയോടെ പിടിക്കാം. സെബാസ്റ്റ്യൻ സാർ വണ്ടിയെട്. ഇപ്പോഴൊരാശ്വാസമായി. അല്ലെങ്കിൽ മരുമാനും ഇതിന്റെ പരിപാടി തുടങ്ങിയോ? തുടങ്ങിയോടോ? ഉപയോഗിക്കുന്നതല്ല, ഉപയോഗിക്കുന്നവരെ പിടിക്കുന്ന പരിപാടി. സെബാസ്റ്റ്യൻ സാർ കൈ ഇങ്ങിട്ടെടു. പോക്കറ്റില് വേറെ ഒന്നും ഇല്ലെന്ന് നോക്ക്. ഇതെവിടെന്നാ? അതെനിക്ക് തനിക്കിത് എവിടെ നിന്ന് കിട്ടിയെന്നാ? എനിക്കിത് വഴി കിടന്ന് കിട്ടിയതാ. വഴിയിൽ നിന്ന് എന്ത് കിട്ടിയാലും എടുത്ത് വെക്കൂ. സത്യം പറ, ഇതെവിടെ നിന്ന് കിട്ടിയതാ? സത്യമായിട്ടും എനിക്കിത് വഴി കിടന്ന് കിട്ടിയാന്നേ. ഇത് എവിടെന്നാ കിട്ടിയെന്ന് തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. സെബാസ്റ്റ്യൻ എടുത്ത് വണ്ടി കേറ്റ്. ചുമ്മാ കേട്ടു. സാറേ എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു ഹാർട്ട് പേഷ്യന്റാ. അതിനുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞ അധികം ഉപദ്രവിക്കില്ല. ഇതെവിടെ നിന്ന് കിട്ടിയേ? ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് വഴി കിടന്ന് കിട്ടിയതാണെന്ന്. ഞാൻ ആ വഴിയെ ചുമ്മാ ഇങ്ങനെ പോകുമ്പോ എനിക്കൊരു മൂത്രശങ്ക. അവിടെ ഇരുന്ന് ശങ്ക തീർക്കുമ്പോ ഒരു തിളക്കം നോക്കുമ്പോ ദേ ഇത് വഴി കിടക്കുന്നു. അങ്ങനെ കൗതുകം തോന്നി എടുത്തതാ. ഇതിനകത്ത് എന്നാന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് ഇത്രയും വലിയ കുറ്റമാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു സാറേ. താനിത് തങ്കപ്പന്റെ പെട്ടിക്കടയിൽ നിന്ന് വാങ്ങിയ തെളിവുണ്ട്. വഴി കിടന്ന് കിട്ടിയത് ഞാൻ എങ്ങനെയാ സാറേ തങ്കപ്പന്റെ പെട്ടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്? ഇതിന്റെ പേരിൽ എന്നെ തല്ലിച്ചതച്ചാലും എനിക്ക് ഈ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. കേസ് ചാർജ് ചെയ്ത് എന്നെ കോടതിയിലോട്ടാക്ക്, ബാക്കി ഞാൻ കോടതിയിൽ പറഞ്ഞു. സാറേ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഇയാളെ കൊണ്ട് സത്യം പറയിപ്പിച്ചാലും കോടതിയിൽ ചെല്ലുമ്പോൾ ഇയാൾ മൊഴി മാറ്റി പറയും. നമ്മൾ തല്ലി സമീപിച്ചാണെന്നേ പറയൂ. ആ പേര് ദോഷം നമുക്ക് കേൾക്കണോ? ഇത് വിൽക്കുന്നവരെ പിടികൂടാനുള്ളതിന് പകരം എന്നെ പോലുള്ള പാവപ്പെട്ട മുതലാളിമാരെ തല്ലിച്ചതച്ച കുറ്റം സമ്മതിപ്പിച്ച ഈ ലഹരി വസ്തുക്കളൊക്കെ ഇല്ലാതാകുമോ? എന്നെ പ്രലോഭിപ്പിക്കാൻ ഇത് ആരെങ്കിലും വഴിയിലിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഓഹോ സെബാസ്റ്റ്യൻ സാർ, ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് ഇയാൾക്കെതിരെ ഒരു കേസ് ചാർജ് കർത്താവേ, വഴി കിടന്നൊരു ഹാൻസ് കിട്ടിയതിനാണോ കഞ്ചാവ് കേസിലെ പ്രതികളോട് പെരുമാറുന്നത് പോലെ എന്നോട് സാറ് പെരുമാറുന്നത്? ലഹരി വസ്തുക്കൾ വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും കൈവശം വെക്കുന്നതും ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സാറിനെ ആദ്യം അറസ്റ്റ് ചെയ്യണേ. ഈ സാധനം ഇപ്പൊ സാറിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നേ? എങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യടോ. അറസ്റ്റ് ചെയ്യടോ. താനിപ്പോ പൊയ്ക്കോ, പക്ഷെ എപ്പോ വിളിച്ചാലും ഇവിടെ എത്തിയേക്കണം. സെബാസ്റ്റ്യൻ സാർ അത് ആ കവറിങ് വേണ്ട, ചോദിച്ചെന്നേ ഉള്ളൂ. സെബാസ്റ്റ്യൻ സാർ, പ്രാഞ്ചിക്ക് ഇത് എവിടെ നിന്നോ കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു കണ്ണ് ഇനി എപ്പോഴും അയാളുടെ പിന്നിൽ ഉണ്ടാവണം. യെസ് സാർ. എടാ വാസു, ഞാനിപ്പോ ചാവൂടാ. എന്ത് പറ്റി പ്രാഞ്ചി മുതലാളി? എടാ എന്റെ മോനിലെ ജോണിക്കുട്ടി, അവൻ എന്നെ പഠിപ്പിച്ച ഒരു ദുശീലവാ. എന്ത്? ഹാൻസ്. മദ്യപാനം നിർത്താൻ ഇത് ശീലിച്ചാ മതിയെന്ന് പറഞ്ഞു തുടങ്ങിയതാ. ഒടുവിൽ രണ്ടും നിർത്താൻ വയ്യാത്ത അവസ്ഥയിലായി. അതൊക്കെ എന്റെ അടുത്ത് പറയണ എന്തിനാ? എടാ സ്കൂളിനടുത്തുള്ള പെട്ടിക്കടക്കാരനായി എനിക്കിത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് വാങ്ങിച്ചോണ്ട് വരുന്ന വഴിയാ പോലീസുകാരൻ എന്നെ പിടിച്ചത്. കയ്യിലുണ്ടായിരുന്ന മുഴുവൻ മരു കൊണ്ടുപോയി. ഒരു വിധത്തിൽ ഞാൻ രക്ഷപ്പെട്ടത്. പ്രാഞ്ചിച്ചാന്റെ പുറകെ ഇപ്പൊ പോലീസ് എന്താ പറയാ, പോലീസ് ഒന്നുമില്ലടാ. പോലീസുകാരന്റെ രീതി മുതലാളിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. പോലീസിന്റെ കാര്യമൊന്നും എനിക്കറിയണ്ട. എനിക്കിപ്പോ ഹാൻസ് കിട്ടണം.
ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അതിന് ഞാൻ എവിടെ നിന്നുണ്ടാക്കാം? എടാ ഞാൻ ആ പെട്ടിക്കടക്കാരൻ്റെ അടുത്ത് പോയി. അവൻ പറയുവാ അവൻ അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. മുതലാളിയെ പോലീസ് പിടിച്ച കാര്യം കടക്കാർ അറിഞ്ഞാണ്. എടാ എന്റെ പൊന്നു വാസുക്കുട്ടൻ നല്ലേടാ, നീ എവിടെന്നെങ്കിലും ഒരു പാക്കറ്റ് മോടിച്ചോണ്ട് വാടാ. ഞാൻ മോഷണം നിർത്തി. മനുഷ്യന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല. നീയെങ്കിലും എന്നെ കൈവിടരുത്. ഈ കാര്യത്തിൽ ഞാൻ കൈവിടും. ആഹാ, ബ്രാഞ്ച് മുതലാളിക്ക് അറിയാമോ? ആഹാ. ഞങ്ങളുടെ തസ്കര സംഘത്തിലെ നേതാവായിരുന്നു പാലോട് പപ്പൻ. നാക്കിനടിയിൽ ബ്ലൈഡ് വെച്ച് അതിവിദഗ്ധമായി മോഷണം നടത്തുന്ന പെരിങ്കള്ളൻ. അങ്ങേര് ഉപയോഗിക്കാത്ത ലഹരി പദാർത്ഥങ്ങളൊന്നുമില്ല. ഉപയോഗിച്ചു ഒടുവിൽ ആശാന്റെ നാക്ക് മുറിച്ച് കളയേണ്ടി വന്നു. ആശാന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു. ആശാൻ പട്ടിണി കിടന്ന് മരിച്ചു. അതോടെ ഞങ്ങൾ തസ്കര സംഘം ഒരു തീരുമാനമെടുത്തു. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന്. എടാ അതിന് നീ ഇപ്പൊ തസ്കര സംഘത്തിൽ ഇല്ലല്ലോ. ബ്രാഞ്ച് മുതലാളി, ഈ കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. വെറുതെ ഇരിക്കുന്ന എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടി കൊള്ളിപ്പിക്കണോ മുതലാളി? ഹാൻസ് ഉപയോഗിക്കാതെ മനപ്രയാസം കൊണ്ട് ഞാൻ ചത്തുപോയെങ്കിൽ ആര് സമാധാനം പറയും? സാർ സമാധാനം പറയും. പോലീസ് സ്റ്റേഷനിൽ ഹാൻസിന്റെ പേരിൽ പാവപ്പെട്ട മുതലാളിയെ തല്ലി ചതച്ചു ക്രൂര മർദ്ദനത്തിൽ മുതലാളി മരിച്ചു. ഇങ്ങനെ പ്രചരിപ്പിച്ചാ പോരെ? എടാ ദ്രോഹി, നിനക്ക് എന്നെ കൊല്ലണമല്ലേ? ഇതുപോലെ മരുന്നുപയോഗിച്ചാൽ അധികം വൈകാതെ സുന്ദരനായ മുതലാളി കറുത്ത വിരൂപനായി പോവും. അങ്ങനെ ചാവുന്നതിനേക്കാൾ ഭേദം ഇപ്പോൾ ചാവുന്നതല്ലേ നല്ലത്. അങ്ങനെ ആവുമ്പോ എസ് മരുമകന് ഒരു പണിയും കൊടുക്കാം. ഞാൻ ചത്തു കഴിഞ്ഞിട്ട് എനിക്ക് ആർക്കും പണി കൊടുക്കണ്ട. എന്റെ ജോണിക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിനൊന്നും ഒരു മുട്ടും ഉണ്ടായില്ലായിരുന്നു. അവനില്ലാത്തത് ഭാഗ്യം. ഇല്ലെങ്കിലേ ഒരു പിക്കപ്പിൽ കയറ്റാനുള്ള തമ്പാക്കും ഹാൻസും അവന്റെ കയ്യിലും ഉണ്ടാവുമായിരുന്നു. ഈശ്വരനെ വിചാരിച്ചു പോലീസിന് നോട്ടപ്പുള്ളിയായിരിക്കുന്ന മുതലാളി ഇവിടെ നിന്ന് പോണം. ഞാനിവിടെ മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കള്ളനാണ്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് വയ്യ. പ്ലീസ് ഒന്ന് പോകൂ, പ്ലീസ് പോകൂ. അത് തന്നെ ആള്. അയാളിൽ ഇപ്പൊ പാൻ മസാല പാക്കറ്റ് ആയിരിക്കുന്നത്. പ്രതാപ സാറേ മാറിക്കോ. എടാ കള്ള വാസു, നീയായിരുന്നു? അയ്യോ അങ്കിളായിരുന്നോ? അങ്കിളിനെ എറിഞ്ഞു വിറ്റത് ഞാനാ. എടാ കുലദ്രോഹി. സ്വന്തം ബന്ധങ്ങൾ പോലും നോക്കാതെ കുറ്റവാളികളെ പിടികൂടാൻ സഹായിച്ചതിന് നിനക്ക് പ്രത്യേക സമ്മാനം തരും. അത് വാങ്ങാൻ ഞാൻ കാണില്ല. അതെന്താ? അതിനു മുമ്പ് അങ്കിൾ ജയിലിൽ ആടി വന്ന് എന്നെ കൊല്ലും.